വെൽക്കം ബാക്ക്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ സ്ത്രീ. ഇതിലെ മൂന്നാമത്തെ സെഗ്മെൻ്റാണ്, ആദ്യത്തെ എപ്പിസോഡിലെ മൂന്നാമത്തെ സെഗ്മെൻ്റാണ് നമ്മൾ കാണാൻ പോകുന്നത്. മൂന്നാമത്തെ സെഗ്മെൻ്റ് പേരാണ് ഹൃദയരാഗം. പാടാൻ കൊതിച്ച പാട്ടുകളും കേൾക്കാൻ കൊതിച്ച രാഗങ്ങളും, ഹൃദയം അറിയാതെ ഉന്മത്തമാവുന്ന ജീവന സംഗീതം, ഹൃദയത്തെ ഏറ്റവും ആകർഷിച്ചതും തരളിതമാക്കിയതുമായ പാട്ടുകളും കവിതകളും. ഹൃദയരാഗത്തിൽ ഇന്ന് നമ്മുടെ കണ്ടസ്റ്റന്റ് ജിജിയാണ്. ജിജി കോഴിക്കോട് നിന്ന്. ജിജി ആരാണെന്ന്, എന്താണ് ഹൃദയരാഗത്തിൽ ജിജി ഇന്ന് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്? ഞാനിന്ന് ശ്രീ മുരുകൻ കാട്ടാക്കട സാറിൻ്റെ ബാഗ്ദാദ് എന്ന കവിതയാണ് എൻ്റെ ഇഷ്ടപ്പെട്ട കവിതയായിട്ട് പറയുന്നത്. എന്തുകൊണ്ടാണ് കവിത ഇഷ്ടപ്പെടാൻ കാരണം? ഓരോ കവിത നമ്മൾ കേൾക്കുന്ന സമയത്തും നമുക്കത് ഓരോരുത്തർ അത് കേൾക്കുന്നതിനനുസരിച്ചിട്ടാണ് അവരെ ആ കവിത ഓരോരുത്തരുടെ മനസ്സിലുണ്ടാവുന്നത്. അപ്പോൾ ഇത് മുരുകൻ കാട്ടാക്കട സാർ തന്നെ എഴുതിയ ആ കവിത തന്നെ അത് നേരിട്ട് പാടുന്ന സമയത്ത് അങ്ങനെയാണ് ആ സാറിൻ്റെ കവിതകളൊക്കെ നമ്മൾ അങ്ങനെയാണ് കേൾക്കുന്നത്. അപ്പോൾ ആ ഒരു ആലാപന ശൈലി അതെന്നെ കൂടുതലായിട്ട് ആകർഷിച്ചിട്ടുണ്ട്. ഓക്കെ, ബാഗ്ദാദ് എന്ന കവിത ചൊല്ലാനായി നമ്മുടെ അടുത്ത് പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കട തന്നെയുണ്ട്. മണലു കരിഞ്ഞു പറക്കും നെമ്പ്ര കാക്ക മലർന്നു പറക്കുന്നു. മണൽ കരിഞ്ഞു പറക്കും നെമ്പ്ര കാക്ക മലർന്നു പറക്കുന്നു. താഴെ തൊടിയിൽ തലകീറി ചുടുചോരയൊലിക്കും ബാല്യങ്ങൾ. താഴെ തൊടിയിൽ തലകീറി ചുടുചോരയൊലിക്കും ബാല്യങ്ങൾ. ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. കാളയിറച്ചിക്കടയിലെ തറയിൽ ചോര തെറിച്ചിള നാമ്പു കരിഞ്ഞു. ആരവമില്ലാതവിടവിടെ പൊടി കേറി മറഞ്ഞ തുണിപ്പൊതികൾ. കൂട്ടത്തിൽ ചെറുകുപ്പായത്തിൽ ചിതറിയ ബാല്യമുറങ്ങുന്നു. അരികിലെ അമ്മ പൊതി ചിതറി ചുടുകവിളിൽ പാതിക്കൈ മാത്രം. ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. തെരുവിനോരത്തൊരു തിരികെട്ടു കിടപ്പുണ്ടവിടെ പുകയുണ്ട്. പകലു കരിഞ്ഞാൽ പാത്തു പതുങ്ങി വരും നരികൾക്കതിമതമുണ്ട്. തെരുവിനോരത്തൊരു തിരികെട്ടു കിടപ്പുണ്ടവിടെ പുകയുണ്ട്. പകലു കരിഞ്ഞാൽ പാത്തു പതുങ്ങി വരും നരികൾക്കതിമതമുണ്ട്. അമ്മക്കാല് തെരഞ്ഞു തളർന്നു ഉമ്മ കൊടുത്തു തുടുത്ത മുഖം. എങ്ങു കളഞ്ഞു പൊന്നോമൽ ചിരി താങ്ങിയിടേണ്ട തളിർത്ത മൊഴി. സൂര്യനെ വെല്ലും കാത്തിയെഴുന്നൊരു തേജസ്സാർന്നൊരു ബാല്യമുഖം. കീറി വരഞ്ഞു ജയിക്കുകയാണൊരു പാരുഷ്യത്തിൻ ക്രൗര്യമുഖം. ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ഇരുപാർശ്വങ്ങൾ മുറിഞ്ഞ കുരിശായി ഒരു ബാല്യം. നിറകണ്ണു തുടയ്ക്കാൻ വരമായൊരു കൈ. പ്രാർത്ഥനയെറ്റി മയങ്ങും നാതുരശയ്യയിലാർദ്രം. ഇരുപാർശ്വങ്ങൾ മുറിഞ്ഞ കുരിശായൊരു ബാല്യം. നിറകണ്ണു തുടയ്ക്കാൻ വരമായൊരു കൈ. പ്രാർത്ഥനയെറ്റി മയങ്ങും നാതുരശയ്യയിലാർദ്രം. സ്വപ്നത്തിൽ അവനൊത്തിരി അകലെ കൊച്ചു പശുക്കന്നൊപ്പമലഞ്ഞു. പൊയ്കയിൽ ആമ്പലിറുത്തൊരു കയ്യിൽ കൊള്ളി നിറഞ്ഞു മയക്കമുടഞ്ഞു.
സ്വപ്നത്തിൽ അവൻ ഒത്തിരി അകലെ കൊച്ചു പശുക്കന്നൊപ്പമലഞ്ഞു. പൊയ്കയിൽ ആമ്പലിറുത്തൊരു കൈയിൽ കൊള്ളി നിറഞ്ഞു. മയക്കമുടഞ്ഞു. കരയാതരികിലിരുന്നുമ്മ, ഇനി എൻ കണ്ണുകൾ നിൻ കൈകൾ. കരയാതരികിലിരുന്നുമ്മ, ഇനി എൻ കണ്ണുകൾ നിൻ കൈകൾ. ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ദൂരായിരുന്നവർ ചോദിച്ചു, ആരാ നിന്നുടെ സ്വപ്നത്തിൽ? പ്രായോജകരില്ലാത്തൊരു സ്വപ്നം പാടെ തട്ടിപ്പായിക്ക. ചൂടുകിനാക്കൾ നൽകാം നീ നിൻ പേരും വേരും ഉപേക്ഷിക്ക. അല്ലെങ്കിൽ തിരി 1000 തീക്കനി തിന്നാൻ തന്നിടും. രാത്രികളിൽ നിൻ സ്വപ്നങ്ങളിൽ അതിപ്രേത കൂട്ടുപകർത്തിയിടും. അഗ്നിയെറിഞ്ഞു കുടങ്ങളുടഞ്ഞു കടൽ പൂതങ്ങൾ ഉറഞ്ഞിടും. നട്ടു നനച്ചൊരു സംസ്കാരത്തരുവെട്ടി ചിത നിരതീർത്തിയിടും. തണലു തരുന്ന മഹാവൃക്ഷം നാം ചുവടുമുറിക്കുകയാണിന്ന്. പകരം നൽകാം സ്വപ്ന സുഖങ്ങൾ നിറച്ചൊരു വർണ്ണ കൂടാരം. പേരും വേരും ഉപേക്ഷിക്ക, പടിവാതിൽ തുറന്നു ചിരിക്കുക നീ. പേരും വേരും ഉപേക്ഷിക്ക, പടിവാതിൽ തുറന്നു ചിരിക്കുക നീ. തുല്ലു പറഞ്ഞു കിളയ്ക്കുക പുത്തൻ ചൊല്ലു കിളിർക്കാൻ ഹൃദയങ്ങൾ. തുല്ലു പറഞ്ഞു കിളയ്ക്കുക പുത്തൻ ചൊല്ലു കിളിർക്കാൻ ഹൃദയങ്ങൾ. കത്തും കണ്ണു കലങ്ങീല, മൊഴിമുത്തുമൊരൽപ്പമുടഞ്ഞീല. മറുമൊഴി ചൊല്ലി തീക്കനി തിന്നാം, നരകത്തീ മഴയേറ്റിടാം. കത്തും കണ്ണു കലങ്ങീല, മൊഴിമുത്തുമൊരൽപ്പമുടഞ്ഞീല. മറുമൊഴി ചൊല്ലി തീക്കനി തിന്നാം, നരകത്തീ മഴയേറ്റിടാം. എങ്കിലും എന്നുടെ പേരും വേരും എന്നും പ്രാണനുമാത്മാവും. എങ്കിലും എന്നുടെ പേരും വേരും എന്നും പ്രാണനുമാത്മാവും. ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ഇതു ബാഗ്ദാദ് ദുശാസന കേളിയിൽ കൂന്തലഴിഞ്ഞ സഭാപർവം. ഇതു ഗാന്ധാരി 1000 അരുമക്കുരുതിയിൽ അന്ധതയാർന്ന മനം. ഇത് കോവിലപത്നി മുറിച്ച മുലപ്പാടഗ്നിയെരിച്ച മഹാചരിതം. ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ബാഗ്ദാദിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടതിന് വളരെ 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 നന്ദിയുണ്ട് സർ. ജിജിക്ക് എന്ത് തോന്നുന്നു? ജിജിയുടെ ഹൃദയരാഗം തീർച്ചയായിട്ടും എനിക്കിതൊരു പ്രിവിലേജ് ആയിട്ട് തോന്നുക. എൻ്റെ ഭാഗ്യം ഇത്. കാര്യം ഇത് എഴുതിയ കവി തന്നെ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ മുന്നിൽ ഇത് പാടി എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. എനിക്കും സന്തോഷമുണ്ട് ജിജി. കാരണം എന്നറിയാം, സാധാരണ ഇത്തരം ഷോകളിൽ വളരെ ജനകീയമായ പാട്ടുകളാണ് പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾ ആവശ്യപ്പെടുന്നത്. ജിജി ഈ കവിതയിലൊരു സ്വാധീനിച്ചു എന്ന് പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് ഈ ഒരു കവിത സെലക്ട് ചെയ്യാൻ കാരണം? ഈ ഒരു കവിത എന്നല്ല, മുരുകൻ കാട്ടാക്കട സാറിൻ്റെ എല്ലാ കവിതകളും എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ. ഒന്നാമതായിട്ട് എന്നെ സ്വാധീനിച്ച കാര്യം സാറിൻ്റെ ആലാപന ശൈലി തന്നെയാണ്. ഓക്കെ.
ആ ഒരു ശബ്ദത്തിൽ അത് സാർ ഉദ്ദേശിച്ച ആ ഒരു അർത്ഥത്തിൽ തന്നെയാണല്ലോ. സ്വന്തം കവിത പാടുന്ന സമയത്ത് ഞാനത് വായിക്കുമ്പോഴും അല്ലെങ്കിൽ വേറൊരാൾ അത് വായിക്കുമ്പോഴും അവർക്ക് ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ ആ കവിതനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ അധിനിവേശം നടക്കുന്ന കാലത്ത് ഈ കണ്ട ദൃശ്യങ്ങൾ ആണ് സത്യത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു കവിതയെ ഉണ്ടാകാൻ എന്നെ പ്രകോപിപ്പിച്ച കാര്യം. കാര്യം അതിനകത്ത് അലി ഇസ്മയിൽ എന്ന് പറയുന്ന 12 വയസ്സുകാരൻ കുട്ടിയുടെ ചിത്രം ആ കാലത്ത് എപ്പോഴും പത്രങ്ങളിൽ വരുമായിരുന്നു, മാധ്യമങ്ങളിൽ വരുമായിരുന്നില്ല. അവൻ്റെ 2 കൈയും ഇങ്ങനെ അറ്റുപോയിട്ട് ഇങ്ങനെ ശരീരം മുഴുവൻ വെള്ള ചുറ്റി ഒരു മുറിച്ചു കളഞ്ഞ കുരിശു പോലെ അവനിങ്ങനെ കിടക്കുന്ന ചിത്രം ലോകത്തിലെ എല്ലാ കാലത്തെയും യുദ്ധങ്ങളുടെ ഒരു ദുരന്ത പ്രതീകമാണ് അലി ഇസ്മയിൽ. അപ്പോൾ എല്ലാ വെടിയുണ്ടയും വാൾമുനത്തുമ്പും അന്ത്യമായി ചെന്നുകൊള്ളുന്നത് എപ്പോഴും അമ്മമാരുടെ ഗർഭപാത്രത്തിലാണ് എന്ന സത്യത്തിൽ ദൈവം പിറക്കുന്ന ഒരു കാലം പ്രതീക്ഷിച്ചുകൊണ്ടാണ് സത്യത്തിൽ ഞാൻ ആ കവിത എഴുതിയത്. ജിജി, ഒരു സൗഭാഗ്യം തന്നെയാണ് ഇപ്പോൾ ഈ ഹൃദയരാഗത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. കവി തന്നെ നേരിട്ട് ഇവിടെ വന്ന് കവിത ആലാപിക്കുകയും ജിജിനെ ഈ കവിത സ്വീകരിച്ചതിൽ, ഈ കവിത ഈ റിയാലിറ്റി ഷോയിൽ അവതരിപ്പിക്കാൻ പറഞ്ഞതിൽ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു പറഞ്ഞാൽ വളരെ ഒരു സൗഭാഗ്യം നിറഞ്ഞൊരു കാര്യം തന്നെ. തീർച്ചയായിട്ടും അതിൽ ആ സൗഭാഗ്യത്തിൽ ഞാനും പങ്കുകൊള്ളുകയാണ് ജിജിയുടെ. പുതിയ കാലത്തെ കുട്ടികൾ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ, രാഗം തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും വല്ല ചലച്ചിത്ര ഗാനങ്ങളായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തയായി ജിജി ഒരു കവിത തിരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെ നമ്മുടെ ഈ ഒരു പരിപാടിക്ക് മാറ്റുകൂട്ടുന്നതാണ്. അതിന് ജിജിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. ജിജിക്ക് കവിത ഇഷ്ടപ്പെട്ടു, അത് ഗംഭീരമായിട്ട് മുരുകനോട് ആലപിച്ചു. ഇവിടെ യുദ്ധത്തിൻ്റെ ഭീകരത, അമ്മ പറഞ്ഞു കേട്ട ബാഗ്ദാദിൻ്റെ എല്ലാ മഹത്വവും ഗരിമയും എല്ലാം തകർന്നു വീണ് യുദ്ധഭൂമിയായിട്ട് മാറിയ ബാഗ്ദാദാണ് ഈ കവിയെ പിടിച്ചുലച്ചത്. ആ കാര്യവും പറഞ്ഞു. ബോംബേറിൽ കൈനഷ്ടപ്പെട്ട ആ കുട്ടിയുടെ കുരിശു പോലത്തെ ഇങ്ങനെ നിൽക്കുന്ന ആ കാര്യം ഇവിടെ പറഞ്ഞു. കവിതയുടെ ആലാപനത്തിൻ്റെ ഭംഗിക്ക് ആഴത്തിലേക്ക് പോകാനുള്ളൊരു വാതില ഇപ്പം തുറക്കേണ്ടത്. അതിന് അങ്ങനെ തന്നെ കാണണം. ആലാപനം തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. മുരുകൻ കേരളത്തിൽ എല്ലായിടത്തും അറിയപ്പെടുന്ന കവിയാണ്, ക്യാമ്പസുകൾക്കെല്ലാം അദ്ദേഹം പ്രിയങ്കരനാണ്. പക്ഷെ ഒരു കവിയെ കവിയാക്കുന്നത് ആലാപന സൗന്ദര്യം മാത്രമല്ല, ഇതിവൃത്തത്തിൻ്റെ സൗന്ദര്യമാണ്. അതിനകത്തുള്ള ഡെപ്തുണ്ട്, ഭാവത്തിൻ്റെ ആഴമുണ്ട്. അതിനെ കൂടി മനസ്സിലാക്കാൻ മോൾക്ക് എന്തായാലും കഴിയണം. മുരുകൻ കവിത്വമുണ്ട്, ആലാപനത്തിൻ്റെ ശക്തിയുമുണ്ട്. ശ്രീ മുരുകൻ കാട്ടാക്കട ഇവിടെ വരുന്നു, നേരിട്ട് അവതരിച്ചിരിക്കുന്നു. ബാഗ്ദാദ് ചൊല്ലുന്നു, ജിജി അത് കേട്ട് ലയിക്കുന്നു. ഇനി മാർക്കും കൂടി വന്നാൽ ഞങ്ങൾ എൻ്റെ എല്ലാ വശങ്ങളും ജിജി പിന്നെ ആലാപനത്തിൻ്റെ കാര്യമൊക്കെ വളരെ വ്യക്തതയോടെ തന്നെ കൂടി പറഞ്ഞു. താളമില്ലാത്ത കവിത മാത്രമുള്ള പിന്നെ ആലപിക്കാൻ സാധിക്കാത്ത കവിതകളുടെ ലോകവുമുണ്ട്. അപ്പോൾ ആ ഒരു കവിതയുടെ ലോകത്തേക്കും കൂടി ജിജി കടക്കാനുള്ള ഒരു പ്രോത്സാഹനമായിട്ട് അവിടെ എത്തുമ്പോൾ 10 മാർക്ക് തരും എന്ന ആ ഒരു ശുഭപ്രതീക്ഷയോടുകൂടി ഇപ്പം 7.5 മാർക്ക് തരുന്നു.